40 വയസ്സായിട്ടും കല്യാണം ശരിയാവാത്ത ആളായിരുന്നു മോഹൻ. അയാൾ കാണാൻ പോകുന്ന പെണ്ണുങ്ങൾക്കെല്ലാം മോഹൻ ഒരു പഴഞ്ചൻ മാത്രമായിരുന്നു. സ്കൂൾ അധ്യാപകനായിരുന്ന മോഹൻ അച്ഛൻ സുഖമില്ലാത്തതിനാൽ സ്കൂളിൽ നിന്നും ലീവ് എടുത്ത് അച്ഛനെ നോക്കുകയായിരുന്നു. ഈ അവസ്ഥയിൽ ഒരു പെണ്ണുകാൾ കൂടി പരാജയപ്പെടുമ്പോൾ മോഹൻ ആകെ വിഷമത്തിലാകുന്നു. അച്ഛനെ തനിച്ചു വിട്ട് എങ്ങോട്ട് പോകാൻ കഴിയാത്ത മോഹൻ സഹായത്തിനായി സുഹൃത്ത് മായ എന്ന പെൺകുട്ടിയെ വീട്ടുജോലിക്ക് കൊണ്ടുവരുന്നു. ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേൾ ആയിരുന്ന മായ തന്റെ കല്യാണ ചിലവിലുള്ള പണം കണ്ടെത്താൻ ഈ ജോലിക്ക് വരുന്നത്. മായയുടെ വരവോടെ മോഹന്റെ വീട്ടിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആദ്യമൊക്കെ കുറച്ച് ഗൗരവക്കാരിയായിരുന്നുവെങ്കിലും പിന്നീട് അവൾ ആ വീടിന്റെ ഭാഗമായി മാറുന്നു. വർഷങ്ങളായി ആരോടും മിണ്ടാതിരുന്ന മോഹന്റെ അച്ഛൻ മായയുടെ പാട്ടും ഡാൻസും കണ്ട് വീണ്ടും ചിരിക്കാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന മോഹന് മായയോട് വലിയ ബഹുമാനം ഇഷ്ടവും തോന്നുന്നു. മോഹന്റെ പഴഞ്ചൻ ലുക്ക് മാറ്റാൻ മായ അവനെ സഹായിക്കുന്നുണ്ട്. അവൾ നൽകിയ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച മോഹനെ കണ്ട് സുഹൃത്തുക്കൾ പോലും അത്ഭുതപ്പെടുന്നു. എന്നാൽ ഇതിനിടെ മായയുടെ വിവാഹം ദുബായിൽ ജോലിയുള്ള ബ്രിജേഷുമായി ഉറപ്പിക്കുന്നു. ബ്രിജേഷിന് മായയോട് ഫോണിൽ പോലും അധികം സംസാരിക്കാറില്ലായിരുന്നു. ഇതിനിടയിൽ മായയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ വരുമ്പോൾ മോഹൻ ഓടിയെത്തുകയും സാമ്പത്തികമായും മാനസികമായും അവളെ സഹായിക്കുകയും ചെയ്യുന്നു. മായയോടുള്ള ഇഷ്ടം തുറന്ന് പറയാൻ മോഹൻ ആഗ്രഹിച്ചുവെങ്കിലും അവൾ കല്യാണം ഉറപ്പിച്ചതാണല്ലോ എന്നോർത്ത് അയാൾ അത് ഉള്ളിലൊതുക്കുന്നു. കല്യാണച്ചക്കനായ ബ്രിജേഷ് നാട്ടിലെത്തി മായയെ കാണുന്നു. മായയെ ഞെട്ടിച്ചുകൊണ്ട് ബ്രിജേഷ് ഒരു സത്യം വെളിപ്പെടുത്തുന്നു. താനൊരു ഗേ ആണെന്നും തന്റെ കൂടെയുള്ള സുഹൃത്തിനെയാണ് സ്നേഹിക്കുന്നതെന്നും അയാൾ പറയുന്നു. ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ബ്രിജേഷ് പിന്മാറുന്നു. വിവാഹം മുടങ്ങിയതോടെ മായ തന്റെ ഇഷ്ടം മോഹനെ അറിയിക്കുന്നു. അവസാനം അവർ ഒന്നിക്കുന്നു.